നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സോളാർ സമരം വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്. സമരം ഒത്തുതീർപ്പായത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുന്നു. സമരത്തിൽ നിന്ന് CPM തലയൂരിയതാണ് എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചത് എന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ആരോപണങ്ങൾ തള്ളി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആവശ്യപ്പെട്ടത് എന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രതികരണം. സോളാർ സമരം ഒത്തുതീർന്നത് ഒരു ഒത്തുകളിയായിരുന്നു എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ശ്രീ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ ഈ വിവാദത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വിഷയം ഒരു സങ്കീർണമായിട്ടുള്ള വിഷയമാണെന്നോ ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് അജണ്ടയാകേണ്ട തക്ക തരത്തിലുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ, ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചർച്ച ഉണ്ടാകും. ഇന്ന് കമ്മീഷൻ പേടിക്കുകയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ മറ്റൊന്നും ഇതിനകത്തില്ലല്ലോ. അപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഈ മുണ്ടക്കയത്തുകാരൻ മാധ്യമ പ്രവർത്തകൻ ഉദ്ദേശിക്കുന്നത് 10 വർഷം കഴിഞ്ഞല്ലോ. എന്താണ് ഇവരൊന്നും ഈ എന്ത് വിവാദം ഉണ്ടായാലും ഇവരൊന്നും ഈ തക്ക സമയത്ത് എന്താ ഇതിനെ കുറിച്ചൊക്കെ പുറത്ത് പറയാത്ത? വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ചെറിയാൻ ഫിലിപ്പായാലും ഓരോ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നടക്കാതെ വരുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിന്റെ ഈ വേസ്റ്റ് ബിന്നിലേക്ക് ഇവരെയൊക്കെ മാറിക്കഴിയും. അവരൊക്കെ അതായത് രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ ഒന്നും അല്ലാതായി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന ഒരു വൃഥാശ്രമമാണിത്. ഇത് ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ഡെയിലി സംസാരിക്കാറുള്ളവരാണല്ലോ. രണ്ടാമത് ഇതൊക്കെ തന്നെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരു രക്തചുരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി, ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി നേതാക്കൾ ചർച്ച ചെയ്യും. 2 ശത്രു രാജ്യങ്ങൾ തമ്മിൽ ഒന്നിച്ച യുദ്ധവും വെടിനിർത്തലും നടത്തുന്നില്ലേ? ഇതൊന്നും ഒരു അതിശയമുള്ള കാര്യമേ അല്ല. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ സാഹചര്യം ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, അവർ തമ്മിൽ ഒരു ചർച്ച, അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു സമരം ചെയ്യാൻ CPM തയ്യാറാകുന്നു. പിന്നീട് അതിൽ നിന്ന് തലയൂരാൻ അവർ ശ്രമിച്ചു എന്നതാണ് ആരോപണം. അപ്പം തലയൂരാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് അവരങ്ങോട്ട് പോയി ചർച്ച നടത്തുന്നത് എന്നാണ്. സാധാരണഗതിയിൽ നേരെ തിരിച്ചല്ലേ വേണ്ടത്? അല്ല, ഈ ഇടതുപക്ഷത്തിന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ദുരുദ്ദേശത്തോടെയല്ല പറഞ്ഞത്. ഒരു രക്തചൊരിച്ചിൽ ഒഴിവാക്കാൻ, ഒരു സംഘർഷം ഒഴിവാക്കാനാണെന്നാണല്ലോ ചെറിയാൻ ഫിലിപ്പും പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വിവാദം അതാണ് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത. അല്ല, ഞങ്ങൾക്കും മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും ആളുകളെ പിന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതാണ് ഇത്രയും ആൾക്കാർ അവിടെ അടിച്ചു തകർക്കണം, മണിപ്പൂർ പോലെ അടിച്ചു തകർക്കണം. അവരെ കൊണ്ടുപോയത് ആളുകളാണല്ലോ, പിന്നെ അത് തലയൂരാൻ ശ്രമിച്ചു. അപ്പൊ കൊണ്ടുപോകാതിരുന്നാൽ പോരായിരുന്നോ? ഈ മണിപ്പൂർ പോലുള്ള നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനം, മണിപ്പൂരൊക്കെ 2 ഗോത്രങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു സമരം പോലെയാണ്. CPM ആഹ്വാനം ചെയ്ത് ഒരു സമരത്തിന് വേണ്ടി പോയിട്ട് പിന്നെ അവിടെ ചെന്ന് അത് എങ്ങനെയെങ്കിലും തലയൂരാൻ ശ്രമിക്കുന്ന ഒന്നാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങയുടെ അഭിപ്രായം അങ്ങേക്ക് തുടരാം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വിജയൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ വിജയന് എന്ത് തോന്നുന്നു? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യാവുന്ന ഒരു നല്ല വിഷയം തന്നെയാണ് സാറ് പറഞ്ഞത്. സാറ് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ച്, തലയൂരാൻ ഇത് പോകാൻ പാടില്ലായിരുന്നു. സമരം ചെയ്യാൻ പോകാൻ പാടില്ലായിരുന്നു. കാരണം ഇതിന്റെ നിജസ്ഥിതി തലയൂരാൻ ശ്രമിച്ചത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളുന്നത്. അസദ്ധോമാ സദ്ഗമയ എന്ന് പറയുന്നതുപോലെ സത്യത്തിന്റെ വലിയൊരു മണ്ഡലത്തിലേക്ക് എത്തുന്തോറുമാണ് നമ്മുടെ മഹാനായ ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വേർവിട്ടു പോയത്. മഹാനായ ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹം ശപിക്കില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവ് കൊണ്ടൊന്ന് തിരിച്ചറിഞ്ഞ് ഭയപ്പെടുന്നുണ്ട്. ആ ശാപം ആദ്യം വന്ന് വീഴാൻ പോണത് ബ്രിട്ടാസിന്റെ തലയിലാണ്, രണ്ടാമത് ചെറിയാൻ ഫിലിപ്പിന്റെ തലയിൽ, മൂന്നാമത് വീഴാൻ പോണത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് നമ്മുടെ പിണറായി വിജയൻ ഇവിടെ ഓടി. അയാൾ ഇവിടെ കാല് കുത്തുമ്പോൾ അയാളുടെ തലമുറയിലേക്ക് ശാപം വന്നു വീഴും. അതോട് ഇടതുപക്ഷം നാമാവശ്യമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, രവിചന്ദ്രൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള എന്ത് കരുതുന്നു? ഇതൊരു പൊളിറ്റിക്കൽ ഡീലായിരുന്നോ? ശ്രീ രവിചന്ദ്രൻ പിള്ള, എന്താണ് അങ്ങ് മനസ്സിലാക്കുക? നമസ്കാരം.
എന്റെ പേര് രവിചന്ദ്രൻപിള്ള അഞ്ചാലുമൂട്. എനിക്ക് സമയം തരണം. ആ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന അന്ന് ഉമ്മൻചാണ്ടി നല്ല ഭരണമായിരുന്നു കേരളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. സത്യസന്ധതയും ജനങ്ങളെ സ്നേഹിക്കുന്ന മനസാക്ഷിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണം തുടർന്നു പോവും എന്ന് നല്ലോണം മനസ്സിലാക്കി അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന പിണറായി വിജയന് ഈ സർക്കാരിനെ, ഉമ്മൻചാണ്ടി സർക്കാരിനെ എങ്ങനെങ്കിലും താഴെ ഇറക്കണം. അതിന് പല മാർഗങ്ങളും കണ്ടതിലാണ് അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന കെ എം മാണിയെ മുഖ്യമന്ത്രി ആക്കാവുന്നുള്ളൊരു സ്റ്റാൻഡേർഡ് അവർ വെച്ച് അത് പരാജയപ്പെട്ടപ്പം അവർക്ക് എങ്ങനെങ്കിലും ഈ സമരം ഒത്തുതീർപ്പാക്കണം. ഇതേ കണക്ക് നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലുണ്ട്. അന്തസ്സുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെക്കണം. കാരണം പറഞ്ഞാൽ ആ നല്ല മനുഷ്യനെ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആരാന്ന് ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞിട്ട് ജനം മനസ്സിലാക്കി ആരാന്ന്. കാരണം ഇത്രയും ജനങ്ങളെ സ്നേഹിക്കുന്നതും ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആ കർമ്മം ചാനലിൽ കൂടെ നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ കച്ചവടം, കുതിരക്കച്ചവടം പണ്ടേ CPM നടത്തുന്നതാണ്. BJP ഈ CPM കണ്ടാണ് BJP ഇത് പഠിച്ചത്. BJPയും CPM-ഉം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഈ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മറ്റൊരാൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങേക്ക് ആവശ്യമായ സമയം ലഭിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെ നന്ദി. ജമാൽ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ ജമാൽ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്നാണ്. പിന്നെ ഇതില് പറയാനുള്ളത് എന്താണ്, ആദ്യം തന്നെ പറയാനുള്ളത് ഒരു സൂക്തമാണ്. മർദ്ദിതന്റെ പ്രാർത്ഥനയെ നീ ഭയപ്പെടുക, അവനും ദൈവവും തമ്മിൽ യാതൊരു മറയുമില്ല. അതിൽ മർദ്ദിതനായിരുന്നത് ഞങ്ങൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീക്ക് സാമ്പത്തിക സഹായം നൽകി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണ് സോളാർ കേസ്, സോളാർ സമരവും. അതിൽ ആരൊക്കെ ഭാഗമാക്കാക്കിയിട്ടുണ്ടോ ഇടതുപക്ഷത്തിന്, അവരൊക്കെ ഈ കേരളീയർ അനുഭവിച്ച് ചാവുന്നത് കാണും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. സന്തോഷ് എന്ത് കരുതുന്നു? ഇതൊരു ഒത്തുകളിയായിരുന്നു സന്തോഷേ? ഇത് പരസ്പരം ഒരു ധാരണയുടെ പുറത്ത് തീർന്ന ഒരു സമരമാണ്. ഇതോടുകൂടി മനസ്സിലായി രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം ഇതൊരു ഒത്തുതീർപ്പായിരുന്നു. ആ സമയത്താണ് TP ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ കൊന്നത്. ആ കൊലപാതകത്തിൽ ആരൊക്കെ പ്രതികളായി വരേണ്ടിവരുണ്ടായിരുന്നു? എവിടെ എത്തി അതിന്റെ കേസ് അന്വേഷണങ്ങൾ? ആ സമയത്ത് അവിടുത്തെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് പെട്ടെന്ന് മാറ്റി? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇവര് തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ട്. കാരണം ഈ കാസർഗോഡ് മുതൽ ഉള്ള എല്ലാവർക്കും 1500 രൂപ കൂലി കൊടുത്തിട്ടാണ് ഇവര് അവിടെ സമരത്തിന് കൊണ്ടുപോയത്. ഓരോ ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് ഓരോ മെമ്പർമാരിൽ നിന്നും പൈസ വിരിച്ചിട്ട് ഇവിടുന്ന് ട്രെയിനിൽ കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി മുഖ്യമന്ത്രി രാജിവെച്ചേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എങ്ങനെയാണ് ഈ സമരം ഒത്തുതീർപ്പായത്? അത് ചിന്തിക്കണം. അത് ഇത് ഇപ്പോ TP ചന്ദ്രശേഖരന്റെ കേസ് അന്വേഷണം, പുനരന്വേഷണം എന്തുകൊണ്ട് പിന്നെ അന്വേഷിക്കാൻ നിന്നിട്ടില്ല? ഏതൊക്കെ നേതാക്കന്മാരായാലും കൊടുക്കേണ്ടതാണ്. അവരൊന്നും ഇത് പ്രതിയായിട്ടില്ലല്ലോ. വ്യക്തമാണ് താങ്കളുടെ രണ്ടാളെ പാർട്ടിക്കാര് രണ്ടാളെ ഒത്തുതീർപ്പ് കേസ് അവിടെ നിന്ന് ഇത് സംഭവം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു, ശ്രീ ദീപു. ശ്രീ ദീപു, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? രാഷ്ട്രീയപരമായ ഒരു അനിവാര്യതയായിരുന്നു ഈ ഒത്തുതീർപ്പ് ചർച്ച, അതോ അത് ഒരു തന്ത്രപരമായ പിൻവലിയലായിരുന്നു? ഇത് തൊട്ട് മുമ്പ്, അതായത് ഈ പരിപാടി തുടങ്ങുന്നതിന് മിനിറ്റുകൾ അല്ല സെക്കൻഡുകൾക്ക് മുമ്പാണ് ചെറിയാൻ ഫിലിപ്പ് അവിടെ പത്രസമ്മേളനം നടത്തി. അത് നിങ്ങളുടെ ചാനലിലൂടെ ഞാൻ കാണുകയായിരുന്നു. അത് മനുവും കണ്ടു കാണുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സമരത്തിന് മുമ്പ് തന്നെ തിരുവഞ്ചൂർ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, ഇദ്ദേഹവും തിരുവഞ്ചൂരും തമ്മിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം തിരുവഞ്ചൂര് ഈ ചെറിയാന്റെ ഫോണിൽ വിളിക്കുന്നു. ആ വിളിക്കുന്ന സമയത്ത് ബ്രിട്ടാസ് അവിടെ ഉണ്ട്, അപ്പൊ ബ്രിട്ടാസിന് കൊടുക്കാന്ന് പറയുന്നത്. ഇതിലെവിടെയാണ് CPM അങ്ങോട്ട് പോയിട്ട് പറഞ്ഞതെന്ന് പറയുന്നത്? അല്ല, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരാളുടെ പ്രതികരണം. നമ്മൾ ഇത് മുഴുവൻ വിവാദമായത് ജോൺ മുണ്ടക്കയത്തിന്റെ പ്രതികരണം, അല്ലെങ്കിൽ ജോൺ മുണ്ടക്കയ എന്ന് പറയുന്ന ആരാണ് മനു? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് ആരും ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായി. അത് സംബന്ധിച്ച് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം വന്നു, ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം വന്നു,
തിരുവഞ്ചൂരിന്റെ പ്രതികരണം ഇതിനകത്ത് തിരുവഞ്ചൂരും പറയുന്നില്ല ഞാനാണ് അങ്ങോട്ട് വിളിച്ചത്. തിരുവഞ്ചൂര് പറയുമോ തിരുവഞ്ചൂരിന്റെ കൂടെ നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പ്, ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് CPM-നോടൊപ്പം അല്ല, കോൺഗ്രസിനോടൊപ്പം. ആ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നു തിരുവഞ്ചൂര് ഇതിനു മുമ്പ് ഈ സമരത്തിന് മുമ്പ് ശ്രമിച്ചിരുന്നു ഇത് ഒത്തുതീർക്കാൻ. കാരണം തിരുവഞ്ചൂര് ഈ സമരം നടന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തിരുവഞ്ചൂരിന്റെ തലക്കിരിക്കും. അത് തിരുവഞ്ചൂര് ഇത് നടത്തി. ഇത് കേട്ടതല്ലേ കുറച്ച് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ പിന്നെ ബ്രിട്ടാസ് അടുത്തുണ്ടെന്ന് പറയുന്നത് കൊടുക്കുന്നു. ഇതല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വേറെ വന്നിട്ടുണ്ടോ ഈ നിമിഷങ്ങൾക്ക്? അത് കഴിഞ്ഞ ഉടനെയാണ് ഈ പരിപാടിയും തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എവിടെയാണ് CPM അങ്ങോട്ട് പോയി ചർച്ച വെച്ചതെന്ന് പറഞ്ഞാൽ CPM പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, എന്താ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒരു ചർച്ച വരുന്നു. ആ ചർച്ചയുമായി തിരുവഞ്ചൂർ ഇങ്ങോട്ട് വരുമ്പം അതിനകത്ത് പോകുമ്പോൾ ഈ പിന്നെ കമ്മീഷനെ വെക്കാന്ന് പറയുന്നു, ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാം. ജുഡീഷ്യൽ കമ്മീഷൻ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും കാര്യങ്ങളും എല്ലാം വരുന്നു. അപ്പം അവിടെ ഒരു സ്ക്രൂട്ടണി വരട്ടെ എന്നുള്ള രീതിക്ക് കൃത്യമായ ഒരു നടപടിയല്ലേ CPM സ്വീകരിച്ച. അല്ല മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ സ്ക്രൂട്ടണി ചെയ്യാവുന്ന ഒരു കമ്മീഷൻ വരുന്നു. അതല്ലേ ഒരു പിന്നെ ജനാധിപത്യപരമായ ഒരു പാർട്ടി ചെയ്യേണ്ട. പിന്നെ ഇവിടെ പറയുന്നത് കേട്ടു ഒരാൾ വന്നിട്ട് ഇവിടെ CPM അങ്ങനെയാണ്, CPM ഇങ്ങനെയാണ്, CPM-ന്റെ ഉമ്മൻചാണ്ടിയുടെ മഹിമയൊക്കെ പറഞ്ഞു. ഈ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നല്ലേ ഈ ജോപ്പനെയും ജിക്കുമോനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത്? അത് വേറെ CPM അറസ്റ്റ് ചെയ്തത്. ജോപ്പനും ജിക്കൊക്കെ CPM-ആ. പിന്നെ അതുപോലെ എത്ര കോളുകളാണ് ഈ സരിതയ്ക്ക് പോയിരുന്നത്? നിങ്ങളൊക്കെ പത്രത്തിലും ചാനലുകളിലൂടെയല്ലേ പറഞ്ഞത് CD എടുക്കാൻ പോയത്? ഞങ്ങളാണോ CPM ആണോ CD എടുക്കാൻ പോയത്? എന്നിട്ട് ഈ ഉളുപ്പില്ലായ്മ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മുരളീധരൻ പറഞ്ഞ എന്താ പാതിരാത്രി എന്തിനാണ് ഈ കോൺഗ്രസ് നേതാക്കൾ സരിതയെ വിളിച്ചത്? കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാനാണോ എന്നല്ലേ ചോദിച്ചത്? എന്നിട്ട് ഈ വന്നിരുന്ന് ഒരു ഉടുപ്പും ഇല്ലാതെ ഈ അഞ്ചാലുമൂട്ടുകാരൻ എന്ത് ആണ് പറയുന്നത്? അല്ല, നമ്മളെ വ്യക്തിപരമായുള്ള അധിക്ഷേപത്തിലേക്ക് പോകേണ്ട. ഏതായാലും വളരെ നന്ദി. ദീപുവിന്റെ അഭിപ്രായം വ്യക്തമാണ്. മന്മഥൻ എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മന്മഥന് ഇതിനെ എങ്ങനെ കാണാൻ കഴിയും? ഈ സോളാർ സമരം ഒരു ധാർമ്മിക സമരമായി തന്നെ അവസാനിച്ചു എന്നാണോ ശ്രീ മന്മഥൻ കരുതുന്നത്? ചെറിയാൻ ഫിലിപ്പിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. വയസ്സ് 70 ഉണ്ട്. ഈ ചെറിയാൻ ഫിലിപ്പും ജോൺ ബ്രിട്ടാസും ഒക്കെ നാട് നന്നാക്കാൻ നടക്കുന്നവരല്ല. ഇവരെല്ലാം ആനക്കള്ളന്മാരാണ്. അപ്പപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുകയാണ് ഇവരുടെ എല്ലാം ജോലി. അല്ലാതെ നാടിനോടോ സമൂഹത്തോടോ യാതൊരു കടപ്പാടും ഈ ജോൺ ബ്രിട്ടാസിനും ഇല്ല, പിന്നെ ഈ ചെറിയാൻ ഫിലിപ്പിനും ഇല്ല, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. പിന്നെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് പണം ഉണ്ടാക്കാമോ അതിനുവേണ്ടി മാത്രം, അല്ലാതെ CPM-നോട് യാതൊരു വിധമായ കടപ്പാടുകളും ഇല്ല. CPM-നെ നശിപ്പിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അൽത്താഫ് വിളിക്കുന്നത് എരുമേലിയിൽ നിന്നാണ്. ശ്രീ അൽത്താഫ് ഒക്കെ ഓർക്കുന്നുണ്ടാവും, വലിയ ഒരു സമരമായിരുന്നു സോളാർ സമരം. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചേക്കുമെന്ന് വരെ എത്തി ഘട്ടങ്ങൾ എന്നൊക്കെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ എന്നാൽ പിന്നെ അത് ഉണ്ടായില്ല. എങ്ങനെ കാണുന്നു ശ്രീ അൽത്താഫ് ഈ സമരം അവസാനിച്ചതിനെ? ഈ ജോൺ മുണ്ടക്കയം നടത്തിയ ഈ വെളിപ്പെടുത്തലിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നാണ് അൽത്താഫ് കരുതുന്നത്? നമുക്ക് അത് പൂർണ്ണമായിട്ട് വിശ്വസനീയമല്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന UDF സർക്കാർ, അത് ആ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു സോളാർ അഴിമതി വിവാദം. ആ അഴിമതി വിവാദത്തിൽ ആരാണ് ഉമ്മൻചാണ്ടി അതിനകത്ത് തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഇപ്പോഴും അതിന്റെ തെറ്റുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ആരാണ് പിന്നിൽ നിന്ന് കുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി പിന്നിൽ കുത്തിയത് CPM-ഓ LDF-ഓ ഒന്നുമല്ല. അവരുടെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പ് തർക്കമാണ് ഉമ്മൻചാണ്ടി ഈ സോളാർ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചതെന്നാണ് പൂർണ്ണ ബോധ്യമാണ് എനിക്കുള്ളത്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ പറയുന്ന രമേശ് ചെന്നിത്തല, ഇവർക്കൊക്കെ ഇതിനകത്ത് കൈയുണ്ട്. അത് നമ്മൾ CPM-ന്റെ തലയെ മാത്രമായിട്ട് അടിച്ചു വെക്കാൻ ഒരു കാരണവശാലും ശരിയാവുന്ന കാര്യമല്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന വിഷയം CPM-ന്റെ സമരം ഒത്തുകളിയാണോന്നുള്ളത്. അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് CPM സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. അങ്ങനെ ഒത്തുതീർപ്പാകുന്നത് അവരാവശ്യപ്പെട്ടതും ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു അക്കാലത്ത്. അത് അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായപ്പോഴാണ് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. അതിന് നമ്മൾ അങ്ങനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. പിന്നെ ചെറിയാൻ ഫിലിപ്പിന്റെ ഇപ്പോഴത്തെ മാനസാന്തരം, അദ്ദേഹം ഏത് പാർട്ടിയിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, എവിടെ നിന്നാണ് പോയെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലേ. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ കോൺഗ്രസുമായി ചേർന്നിരിക്കുന്ന ആളാണ് അദ്ദേഹം. അത് അവർക്ക് അനുകൂലമായിട്ടല്ലേ പറയുള്ളൂ. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ഉമ്മൻചാണ്ടി പിന്നിൽ നിന്ന് കൂട്ടിയത് സോളാർ വിവാദം ആളിക്കത്തിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് CPM അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് നമുക്ക് പറയാം. പക്ഷേ CPM ആണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത. വ്യക്തമാണ്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് വടകരയിൽ നിന്നാണ്.
ശ്രീ ബാലകൃഷ്ണന് ഒരുപക്ഷെ കൃത്യമായി ഓർമ്മ കാണും ഈ സോളാർ കേസ് കേരളത്തിൽ കത്തിനിന്ന ഒരു സാഹചര്യവും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ. ശ്രീ ബാലകൃഷ്ണൻ ഇപ്പോൾ അതിനെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇപ്പോഴത്തെ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇതിലെന്ത് അത്ഭുതം ഇരിക്കുന്നു സാർ? കാരണം ഇവർ രണ്ടുപേരും ഒന്നല്ലേ? ഇതാണ് ഞങ്ങൾ NDA മുന്നണി കേരളത്തിലുടനീളം കേൾക്കാമോ സാർ? കേൾക്കുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവരെ നമ്പരുത്, എവർ രണ്ട് കൂട്ടരും ഒത്തുതീർപ്പ് ഭരിച്ചിട്ട് കേരള കടക്കണിയിലായിരിക്കും അവിടെ. നമ്മൾ ചിന്തിക്കരുത് എന്താ CPM-കാരുടെ ഉളുപ്പ്. ജോപ്പനെ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന്, ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് എവിടുന്നാ സാറേ? അദ്ദേഹത്തിന്റെ ഉളുപ്പെന്താ? അദ്ദേഹം ഏതോ ഒരു വ്യക്തിയെ വിളിച്ച് അങ്ങനെ അവഹേളിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ ഉളുപ്പെന്താ CPM-കാരനായിട്ട്? എവിടുന്നാ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്? എത്ര മാസാ കിടന്നത്? നമുക്ക് വ്യക്തിപരമായ ഒരു തർക്കങ്ങളിലേക്ക് പോകണ്ട. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മുണ്ടക്കയത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ ജെയിംസ് ജോൺ മുണ്ടക്കയത്തിന്റെ നാട്ടുകാരനാണ്. ജോൺ മുണ്ടക്കയമാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു മുണ്ടക്കയംകാരനായ ശ്രീ ജെയിംസ് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും? സാറേ ഞാൻ ജോൺ മുണ്ടക്കയം ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ അയൽവക്കമാണ്. അത് ശരി, കൂട്ടുകാരാണ് അല്ലേ? ഞങ്ങൾ കൂട്ടുകാരും കൂടെ. ജോൺ മുണ്ടക്കയത്തിന് ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന വ്യക്തി ഒരു കാരണവശാലും ഒരു കള്ളം പറയുകയില്ല. അത് ശരി. ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടുമില്ല. ഈ പറഞ്ഞ സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിന് മറ്റു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ജോൺ മുണ്ടക്കയം ഒരു കാരണവശാലും കള്ളം പറയത്തില്ല. അത് സത്യമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒരു കാരണവശാലും. ഏതായാലും ശ്രീ ജോൺ മുണ്ടക്കയത്തിന് അദ്ദേഹത്തിനെ പറ്റി എനിക്കറിയില്ല, മാധ്യമപ്രവർത്തകനാണെന്നേ അറിയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് അഭിമാനിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ അയൽക്കാരനും കൂട്ടുകാരനുമായ ശ്രീ ജെയിംസ് മുണ്ടക്കയം അദ്ദേഹത്തിനെ ഇത്രമാത്രം വിശ്വസിക്കുന്നു എന്നത് ഒരു വലിയ ഒരു നേട്ടം തന്നെയാണ്. അങ്ങനെ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ ആഴവും വ്യാപ്തിയും വളരെ മനോഹരമായിരിക്കുന്നു. ഏതായാലും ജെയിംസ് മുണ്ടക്കയം ഇങ്ങോട്ട് വിളിക്കുകയും തൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ക്രിസ്റ്റഫർ. ശ്രീ ക്രിസ്റ്റഫറിന് എന്ത് പറയാനുണ്ട് ഈ വിഷയത്തിൽ? അല്ല, എനിക്ക് നമസ്കാരം. കേൾക്കാം. ഇത് നിങ്ങളുടെ ടൈറ്റില് സോളാർ സമരം എന്താണ്? ഒത്തുകളിയായിരുന്നു. സോളാർ സമരം അവസാനിച്ചത് ഒത്തുകളിയിലൂടെയാണോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു കൃത്യതയുണ്ട്. ഇപ്പൊ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടു. അതല്ലെങ്കിൽ സോളാർ സമരം ആരംഭിച്ചത് ഇത്തരം ഇടതുപക്ഷവും അല്ലെ UDF-ഉം തമ്മിലൊരു ഏതോ രഹസ്യധാരണ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സമരം ആരംഭിച്ചു എന്നുള്ള അർത്ഥത്തിലായി പോകും. നോക്കൂ, ഈ പറയുന്ന മല്ലലി ശ്രീധരൻ നായർ എന്ന് പറയുന്ന KPCC മെമ്പറാണ് ആദ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇത്തരം ഒരു കാര്യം. അതൊക്കെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി ആരോപണം വന്നു, രണ്ടുപേർ അവിടെ അറസ്റ്റിലായി. അറസ്റ്റിലായത് അതേ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ്. അതെല്ലാം നമ്മൾ തർക്കമപ്പുറത്തിൻ്റെ കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യവുമായി ഒരു സമരം പോകുന്നു. ആ സമരത്തിൽ നിന്ന് നിങ്ങൾ CPM ഒളിച്ചോടാൻ ശ്രമിച്ചു എന്നാണ് ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ ചോദിക്കുന്നത്. അത്രയും നമ്മൾ അന്വേഷിച്ചുള്ള സോളാർ സമരം എന്ന ആ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സമരം തന്നെ ഒത്തുകളി ആണോ എന്നല്ലേ മൊത്തത്തിലാകുന്നത്? അല്ല, മനുവിന്റെ ചോദ്യം വ്യക്തമാണ്. നോക്കൂ, ഇപ്പൊ ഈ പറഞ്ഞ ഹലോ, കേൾക്കുന്നു. ഈ ആരോപണം ഉന്നയിച്ച ആള് അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് ഇപ്പോ ചെറിയാൻ ഫിലിപ്പ് ഏത് പക്ഷത്താണ് നിൽക്കുന്നത് അറിയാം. അദ്ദേഹം അതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസും പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിരവധിയായ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ സമരങ്ങളൊക്കെ തന്നെ പിന്നീട് പലപ്പോഴും ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കപ്പെടും. എല്ലാ സമരങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും. ചർച്ച വേണം താനും സമരത്തിന്. പക്ഷേ ഇത് അങ്ങോട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മാറണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതല്ലല്ലോ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഒരു സമരം ചെയ്യുന്നു, ആ സമരത്തിൻ്റെ ഭാഗമായി കുറേ ഡിമാൻഡുകൾ വയ്ക്കുന്നു. ആ ഡിമാൻഡ് മറുപക്ഷം അത് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു, അതിൽ ചർച്ചയാകുന്നു, വിട്ടുവീഴ്ചകൾ ഉണ്ടാകുന്നു, സമരം അവസാനിക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ സമരങ്ങളിൽ സാധാരണ നമ്മൾ കാണാറുള്ളത്. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മാത്രമേ സമരങ്ങൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ, കൂടുതലും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും അതാണ് ഞാൻ ഇതുവരെ റിപ്പോർട്ടർ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. സമരം ചെയ്യുന്ന ആൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിച്ചു എന്നൊരു വാദമാണ് ഉന്നയിക്കുന്നത്. അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്.
അതാണ് അവിടേക്കാണ് കൃത്യമായി മനു ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന ആള് മനോരമയുടെ ചീഫ് റിപ്പോർട്ടർ ആയിരുന്നല്ലോ അവിടെ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു വാർത്ത കിട്ടിയാൽ അക്കാലഘട്ടത്തിൽ മനോരമയ്ക്കോ മനോരമയുടെ മാധ്യമ പ്രവർത്തകർക്കോ CPM-നോടോ LDF-നോടോ വല്ലാത്ത പ്രേമം തോന്നിയത് കൊണ്ടൊന്ന് മറച്ചു വെച്ചു എന്ന് പറയരുത്. എല്ലാം കഴിഞ്ഞു ആരോപണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹം പേര് പരാമർശിച്ചവരൊക്കെ തന്നെ ഇതിനെ തള്ളി പറയുകയാണ്. എന്നിട്ടും മനുവിനെ പോലുള്ളവർക്ക് ജോൺ മുണ്ടക്കയത്തെയാണ്. ഇല്ല അത് ശ്രീ ക്രിസ്റ്റഫറിന്റെ തെറ്റിദ്ധാരണ. ഞാനിതിൽ അങ്ങനെ ആരുടെയും പക്ഷം പിടിക്കാനില്ല. ഞാനിതിൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു, പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാം, നമുക്കതൊന്ന് കൂട്ടായ ഒരു അഭിപ്രായത്തിലേക്ക് വരികയും ചെയ്യാം. അതാണ് ലക്ഷ്യം. അല്ലാതെ ഞാൻ ജോൺ മുണ്ടക്കയത്തിന്റെ ഒരു വക്താവായിട്ട് ഇവിടെ വന്ന് നിൽക്കില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ ജോൺ മുണ്ടക്കയം പരാമർശിക്കപ്പെട്ട ഒരു പേരാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് അത് നിരാകരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് അത് ആരെ ഫോണിൽ കൂടിയാണ് വിളിച്ചതെന്ന് പറയുന്നു. ആ പറഞ്ഞയാൾ ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ്. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ഫോണിൽ ഞാനും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം ജോൺ ബ്രിട്ടാസ് അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ജോൺ ബ്രിട്ടാസിന് ഫോൺ കൈമാറാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ജോൺ മുണ്ടക്കയം പറഞ്ഞത് കളവാണെന്ന്, ശുദ്ധ കളവാണെന്ന് തെളിയുമ്പോൾ അതിൽ വെച്ച് അതിനെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒട്ടും ശുഭകരമല്ല. അതിനെ ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല, നേരെ തിരിച്ചാകാലോ. ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയം നമ്മളൊരു ഒരു അന്വേഷണാത്മക രീതിയിൽ അങ്ങോട്ട് ചിന്തിച്ചാൽ, സപ്പോസ് ജോൺ മുണ്ടക്കയത്തിനെ ജോൺ ബ്രിട്ടാസ് ആദ്യം അങ്ങോട്ട് വിളിക്കുന്നു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞതനുസരിച്ച് ജോൺ മുണ്ടക്കയം ഈ കാര്യം പറയുന്നു, സ്വാഭാവികമായി തിരിച്ച് ജോൺ ബ്രിട്ടാസിനെ തിരുവഞ്ചൂർ വിളിച്ചതുമാകാം. അങ്ങനെയും ആയിക്കൂടെ? തീർച്ചയായിട്ടും താങ്കളുടെ സംശയം ന്യായമാണ്. ജോൺ ബ്രിട്ടാസ് ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ഒരാൾ ജോൺ ബ്രിട്ടാസിന്റെ പേര് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അത് നിരാകരിക്കുകയും അദ്ദേഹത്തിന്റെ ഫാക്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുകയും ചെയ്യുന്നു. ആ പറയുന്ന വ്യക്തി ഇപ്പൊ LDF-ന്റെ ഭാഗമല്ല, UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നു. ജോൺ ബ്രിട്ടാസ് പറഞ്ഞതാണ് ശരി, ജോൺ മുണ്ടക്കയം പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ജോൺ മുണ്ടക്കയത്തിന്റെ തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ സംശയത്തിന്റെ ദൃഷ്ടിയോടുകൂടി തന്നെ വീക്ഷിക്കേണ്ടതുണ്ട്. ഈ ജോൺ മുണ്ടക്കയത്തെക്കാളും ഒരു MP എന്നുള്ള നിലയിൽ, ഇപ്പോൾ നിലവിലൊരു MP എന്നുള്ള നിലയിൽ ജോൺ ബ്രിട്ടാസിനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കുറച്ചുകൂടി വിശ്വാസം നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അത് വളരെ കൃത്യമാണ്, വ്യക്തവുമാണ്. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസന് എന്തു തോന്നുന്നു? ഈ മുഴുവൻ വിശദീകരണങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നല്ലോ, ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ. ഇത് ആരോപണ വിധേയരും അതുപോലെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെയും ഒക്കെ വാക്കുകൾ കേട്ടിട്ട് ശ്രീ ദാസൻ എന്ത് തോന്നുന്നു? എല്ലാം നമ്മുടെ നാട്ടില് ഈ രാഷ്ട്രീയക്കാർ കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ്. ഈ പുറഞ്ഞൊറിയ രാഷ്ട്രീയം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പ്. ഇപ്പോ ഇതിപ്പോ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിന് സമരം തീർക്കുന്നത് അത്യാവശ്യമായിരുന്നു, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പൊ തിരുവഞ്ചൂരിന്റെ വാക്കെന്താ? തിരുവഞ്ചൂർ കൃത്യമായിട്ട് പറഞ്ഞാ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ബ്രിട്ടാസ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ബ്രിട്ടാസിന്റെ അല്ലല്ലോ വിളിച്ചേ, നമ്മൾ തിരുവഞ്ചൂരിന്റെ വാക്കത്തിനാണ്. തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ചു, അതിന് ഫോണ് ബ്രിട്ടാസ് കൊടുത്തു. ഈ തിരുവഞ്ചൂർ പല ഒത്തുതീർപ്പും കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഓർമ്മിക്കുന്നില്ലേ, ഈ സോളാർ കത്തി പാടുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയിട്ട് കരിക്ക് കുറിച്ചതു. അതുകൂടാണ്ട് നമ്മളെ ഈ TP ചന്ദ്രശേഖരന്റെ ഈ ഇതൊക്കെ ശരിക്കും മുഖ്യത് എങ്ങനെ ഇതിനെ ചെയ്യിപ്പിച്ച ആളിനെ കത്താതെ മുഖ്യത് ഈ തിരുവഞ്ചൂർ കപട രാഷ്ട്രീയക്കാരനാണ്. കാരണം അയാൾക്ക് വ്യക്തിപരമായിട്ടൊക്കെ അയാൾ വെറുപ്പൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് തീർത്തും കപട രാഷ്ട്രീയക്കാരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷിനോയ് വിളിക്കുന്നത് വർക്കലയിൽ നിന്നാണ്. ശ്രീ ഷിനോയ് എങ്ങനെയാണ്, ആരെയാണ് വിശ്വസിക്കുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് സാറേ, നമ്മൾ ഓരോ 5 കൊല്ലത്തെ ഈ പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ ജനവിധി തേടും. അപ്പൊ ജനങ്ങള് വോട്ട് ചെയ്ത് ജയിക്കുന്നതിലാണ് വിജയം വരുന്നത്. പക്ഷെ അന്നത്തെ ആ ഒരു തീരുമാനത്തിൽ കോൺഗ്രസിന്റെ അകത്തുള്ള AI ഗ്രൂപ്പുകളുടെ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇതിനകത്ത് രഹസ്യമായിട്ടുണ്ട്. അന്ന് I ഗ്രൂപ്പുകാർ A ഗ്രൂപ്പിലുള്ള ആൾക്കാരുകളെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഇതിന്റെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ലക്ഷ്യം. അത് ആരും ചർച്ച ചെയ്യുന്നില്ല. ആ കോൺഗ്രസിനകത്തുള്ള I ഗ്രൂപ്പ് A ഗ്രൂപ്പുകാരെ തോൽപ്പിച്ചു. ഇന്ന് ആ ഒരു ബലമില്ലാതെ വന്നപ്പോഴാണ് വീണ്ടും ഒരു ടൈമും കൂടെ LDF അധികാരത്തിൽ വന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ബലം നഷ്ടപ്പെട്ടു പോയി, താഴെത്തട്ടും ബലം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇനി അത് ഒന്നിക്കേണ്ട ഒരു ഘടകം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഒത്തുതീർപ്പ്, നമുക്ക് രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ഒത്തുതീർപ്പാണ്. TP ചന്ദ്രശേഖരന്റെ വാദവും ഒരു ഒത്തുതീർപ്പിലോട്ട് പോകുന്നു, ഇതും ഒരു ഒത്തുതീർപ്പിലോട്ട് പോകുന്നു. നമ്മുടെ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ്. ആറ്റിങ്ങിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമണൻ എന്നല്ലേ പേര് പറഞ്ഞത്? ഹലോ, രമണൻ, ശ്രീ രമണൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ
കാണുന്നു ഈ മുഴുവൻ തർക്കത്തെയും ശ്രീരമണൻ? ഈ ജോൺ മുണ്ടക്കയം കുറച്ചുകൂടി നേരത്തെ ഇത് വെളിപ്പെടുത്തണമായിരുന്നു. ജോൺ മുണ്ടക്കയം കുറച്ചുകൂടി നേരത്തെ വെളിപ്പെടുത്തണമായിരുന്നു. അത് ശരി. ജോൺ മുണ്ടക്കയം കുറച്ചുകൂടി നേരത്തെ ഇത് വെളിപ്പെടുത്തണമായിരുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. സോളാർ സമരം ഒരു ഒത്തുതീർപ്പായിരുന്നു എന്നാണ് ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത്. അതിൽ 90% ആളുകളും സോളാർ സമരം അവസാനിച്ചത് ഒരു ഒത്തുകളിയിലൂടെയായിരുന്നു എന്ന അഭിപ്രായമാണ് വ്യക്തമാക്കിയത്. 10% ആളുകൾ അതിൽ അല്ല, അത് ഒരു സ്വാഭാവിക പര്യവസാനമാണ് സമരത്തിന് ഉണ്ടായത് എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. പ്രേക്ഷകർ തുടർന്നും വിളിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.